ഇന്ന് രാവിലെ ആത്മാവി പറയാ, ഹല്ലേലൂയ, ആ പീലാത്തോസിന്റെ മുമ്പിൽ ആ അരണ്ട വെളിച്ചത്തിൽ അമ്മ ചങ്ങല ധരിച്ചു കൊണ്ടുപോയപ്പോൾ തമ്പുരാന് അതിന്റെ മുമ്പിൽ രക്ഷപ്പെടാമായിരുന്നു. കയ്യഫാവും ഹന്നാവും ഒക്കെ വിധിച്ചപ്പോൾ എൻ്റെ അപ്പായിക്ക് രക്ഷപ്പെടാമായിരുന്നു. അവന്റെ മുഖത്താഞ്ഞടിച്ചപ്പോൾ രക്ഷപ്പെടാം. അവന്റെ കൈകൾ കൂട്ടിക്കെട്ടി ആ അടിക്കുന്ന സ്ഥലത്ത് ആ ഗബദായിൽ തന്നെ കുനിച്ചു നിർത്തി പുറമും വിലാപ്പുറവും അടിച്ചു കീറിയപ്പോൾ എൻ്റെ അപ്പായിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവിടെ മുട്ടുമടക്കി. മരണത്തിന്റെ മുമ്പിൽ എൻ്റെ അപ്പ മുട്ടുമടക്കി. പീലാത്തോസ് വിധിച്ച വിധിക്ക് മുമ്പിൽ എൻ്റെ അപ്പ മുട്ടുമടക്കി. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും മുട്ടുമടക്കി എൻ്റെ അപ്പ. ബർബാസിനെ വിട്ടുതരിക, ആ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്ന വിറയ്ക്കുന്ന കൈകളുമായി തലയിൽ മുൾക്കിടുമായി ഒരു സൈഡിൽ മാറി നിൽക്കുന്ന എൻ്റെ അപ്പ മുട്ടുമടക്കി. എന്റെ കർത്താവിന് മനസ്സിലായി, നഷ്ടപ്പെട്ടു പോയ ജീവൻ ഇവരെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, സാത്താന്റെ കയ്യിൽ ഇവരകപ്പെടാതിരിക്കണമെങ്കിൽ കാൽവറിയിൽ മുട്ടുമടക്കി. തമ്പുരാൻ മുട്ടുമടക്കിയതാ. അതുകൊണ്ടാ പറഞ്ഞത് എൻ്റെ പുത്രനിലൂടെ നിനക്ക് ജയമുള്ളെന്ന്. അതുകൊണ്ടാ പറഞ്ഞു എൻ്റെ പുത്രനിലൂടെ നിനക്ക് രക്ഷയുള്ളെന്ന്. അതുകൊണ്ടാ പറഞ്ഞു എൻ്റെ പുത്രനിലൂടെ നിനക്ക് സമാധാനമുള്ളെന്ന്. അതുകൊണ്ടാ പറഞ്ഞ് എൻ്റെ പുത്രനിലൂടെ നിനക്ക് ക്ഷമയുള്ളൂ എന്ന്. ബൈബിളൊക്കെ മാറ്റിവെച്ച് കരമടിച്ചു നാമേ പറഞ്ഞ് ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ 34 ദിവസം പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറുകയോ നിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ നിത്യ ജീവനെ എന്നേക്കും തരേണ്ടതിന് കാൽവറിയിൽ എന്നെ ഒപ്പം മുട്ടുമടക്കി. ഗെത്സമനയിൽ എന്നെ ഒപ്പം മുട്ടുമടക്കി. ശകറദന ലറബന ഹർതനെ ഹഡന ദിഗഖദഗ സംബര ഹഡഗമന ഹർതന റവനഗദഗ സൈദന. എനിക്കും നിനക്കും വേണ്ടി മുട്ടുമടക്കിയ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയുകയാ, അപ്പൊ നീ പറയ എനിക്ക് മുട്ടുമടക്കാൻ വയ്യാന്നല്ലേ? ഇന്ന് രാവിലെ ആത്മാവി രാത്രി പറയുകയാ, മുട്ടുമടക്കെടുത്ത് മുട്ടുമടക്ക്. സാത്താനെ ജയിക്കാൻ പറ്റും. അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അതാണ് കീഴ്പ്പെടുക എന്ന് പറഞ്ഞത്. ദൈവത്തിന് കീഴ്പ്പെടുക അർത്ഥം മുട്ടുമടക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ ആത്മാവി പറയട്ടെ. എൻ്റെ അപ്പ ഗെത്സമനയിൽ ചെന്നു. ഹല്ലേലൂയ. ആ തോട്ടത്തിൽ ആമൻ മുട്ടുമടക്കി പിതാവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കണം. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ബൈബിളിൽ ഇല്ല, ആത്മാവി ഞാൻ പറയുക. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, മോനെ മോനെ വിഷമിക്കണ്ട, ഞാനും ഇവർക്ക് വേണ്ടി പണ്ട് മുട്ടുമടക്കിയതാ. അത് ഏതനിലാ ജീവൻ കൊടുക്കാൻ. ഇന്ന് നീ എനിക്ക് വേണ്ടി മുട്ടുമടക്കിയ. ഇനി ഒരുത്തർക്കും അവരെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതിലേക്ക്, ഒരു പിശാചിനും അവരെ കീഴ്പ്പെടുത്താൻ പറ്റാത്തതിലേക്ക് ഞാൻ നിന്നെ ഉയർപ്പിക്കും. നിന്നിൽ കൂടെ ഞാൻ അവർക്ക് രക്ഷ കൊടുക്കും. എന്റെ അച്ഛാ നിന്നെ ഇങ്ങനെ ആക്ക, എന്റെ അമ്മാമേ നിന്നെ ഇങ്ങനെ ആക്ക, എന്നെ ഇങ്ങനെ ആക്ക. എന്റെ അപ്പ ഗെത്സമനയിൽ മുട്ടുകുത്തിയത് പിതാവാം ദൈവം ഗെത്സമനയ്ക്ക് മുമ്പ് ഏദനിൽ മുട്ടുകുത്തിയത് ഇന്ന്
തരാനാ. അതാണ് ഈ ഉപവാസ പ്രാർത്ഥന. അതാണ് ഈ ഉപവാസ പ്രാർത്ഥന. ഹല്ലേലൂയ. അല്ലാതെ നിന്റെ തകരപ്പെട്ട കാറ് മാറി വേറെ കാറ് വാങ്ങിക്കാൻ അല്ല ഉപവാസ പ്രാർത്ഥന. ഇന്ന് രാവിലെ ആത്മാവി പറയാ, നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നിന്റെ അകത്തു വരാൻ ഉപവാസ പ്രാർത്ഥന. അതിന് തമ്പുരാൻ മുട്ടുകുത്തിയെങ്കിൽ അതിന്റെ വില പിതാവ് പുത്രനിൽ കൂടെ എനിക്കും നിനക്കും ചെയ്തു തരും. ആരാധിച്ചോ, ആരാധിച്ചോ. ശബ്ദമുയരട്ടെ, വിട്ടുകൊടുക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ ജീവൻ, നിത്യജീവൻ നിന്റെ ആമേ മൂത്ത സഹോദരനായി നിന്നുകൊണ്ട് നിനക്കു വേണ്ടി സകലതും ക്രൂശിൽ ചെയ്തു തന്ന എന്റെ യേശു. ഏദനിൽ എന്റെ പിതാവ് മുട്ടുകുത്തിയത് എനിക്ക് ജീവൻ തരാനാണെങ്കിൽ എന്റെ പ്രിയരെ, ഏദനിൽ എന്റെ പിതാവ് മുട്ടുകുത്തിയത് മണ്ണായ എനിക്ക് ജീവൻ തരാനാണെങ്കിൽ, ഗെത്സമനയിൽ എന്റെ അപ്പ മുട്ടുകുത്തിയത്
നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ തരാനാ. ചതിമോഹങ്ങളാൽ ബന്ധിക്കപ്പെട്ട എന്നെ നിന്നെയും നിത്യജീവനിലേക്ക് നയിക്കാനാ എൻ്റെ അപ്പ കാൽവറിയിൽ മുട്ടുകുത്തിയത്. സ്വർഗം പറഞ്ഞു, ഞാൻ മുട്ടുകുത്തിയതാ കുഞ്ഞെ ഒരിക്കൽ ഈ ജനത്തിന് ജീവൻ കൊടുക്കാൻ. നീയോടൊന്ന് മുട്ടുകുത്ത്, ഇതിനാ ഞാൻ നിന്നെ അയച്ചത്. നിനക്ക് നിത്യജീവൻ തരാൻ, കാറ് തരാനല്ല, വീട് തരാനല്ല, നിന്റെ മക്കളെ യൂറോപ്പിൽ കൊണ്ടുപോകാനല്ല, നിന്റെ കൊച്ചിന് തലമുറ കൊടുക്കാനല്ല. അതൊക്കെ ദൈവത്തിന്റെ ദാനമാ. അവന്റെ ഇഷ്ടത്തിൽ കിട്ടുന്ന അതൊക്കെ ഇഷ്ടമുള്ളവർക്കാ കൊടുക്കുന്ന അപ്പൻ. അത് ഇഷ്ടത്തിൽ കിട്ടുന്നതാ. പക്ഷേ കർത്താവ് മുട്ടുമടക്കിയത് എൻ്റെ ജീവൻ, നിത്യജീവൻ തിരിച്ചു തരാനാ. ഇതെങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ആത്മസാന്നിധ്യം തുളുമ്പി നിൽക്കുകയാ. നിനക്ക് കരയാൻ പറ്റുമെങ്കിൽ കരയാ. അവൻ മുട്ടുമടക്കി. നീ അനുഭവിക്കുന്ന സകല പ്രതാപവും അനുഗ്രഹവും നിനക്ക് തന്നത് ആ പിതാവ് കാൽവറിയിൽ മുട്ടുമുകുത്തിയത് കൊണ്ടാ. അതിൻ്റെ വില പലപ്പോഴും നമുക്കറിയത്തില്ല. പക്ഷെ പിതാവ് പറയുക, ആ പുത്രന് കൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. ആ പുത്രനെ കൂടെ മാത്രമേ നിനക്ക് സ്നേഹമുള്ളൂ. പുത്രനെ കൂടെ മാത്രമേ നിനക്ക് വീണ്ടെടുപ്പുള്ളൂ. ആ പുത്രനെ കൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. കാരണം പിതാവിനറിയാം പുത്രൻ കൊടുത്ത വില എത്രയുണ്ടെന്ന്. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല. ഒരു ബോർമയിൽ മാവ് കീറിയിറങ്ങുമ്പോൾ മാവേ കുഴച്ച് ട്രേക്കകത്ത് വെച്ച് റൊട്ടി ഉണ്ടാക്കാൻ ട്രേക്കകത്ത് പരത്തി വെക്കുന്നിടം വരെ ബോർമമാൻ കൂടെ ഉണ്ടാവും. പക്ഷെ ബോർമയ്ക്കകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ ആ മാവിനെ കുഴച്ച, ആ മാവിനെ അങ്ങനെ ആക്കിയ ഒരു വ്യക്തിയും കൂടെയില്ല. അഗ്നിക്കകത്തവൻ അപ്പമായി മാറിയതുപോലെ ആ 3.5 മണിക്കൂർ പിതാവ് അപ്പമായി മാറിയത് നീ ക്ഷീണിച്ചു പോകാതെ ഇരിക്കാൻ ജീവൻ തരാൻ വേണ്ടിയാ. അവൻ ക്രൂശി കടന്നുകൊണ്ട് എലോഹി എലോഹി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചപ്പോൾ ഇരുട്ടുണ്ടായത് ദൈവം അന്തരീക്ഷത്തെ അടച്ചു കളഞ്ഞു. ഈ ബോർമ ദൈവം അടച്ചു. ആരും അത് കാണാതിരിക്കാൻ, ആ മാവ് വേകുന്നത് കാണാതിരിക്കാൻ, ആമേൻ, ആ തീ കൂടെ മാവ് കയറിയിറങ്ങുന്നത് കാണാതിരിക്കാൻ ആ ബോർമ അടച്ചതുപോലെ ഈ അന്തരീക്ഷത്തെ ദൈവം കൂരിട്ടുകൊണ്ട് അടച്ചു. എന്തിന്? നിത്യജീവൻ തരാൻ. ഇനിയും സമയമുണ്ട്. നിന്നെ സ്നേഹിക്കുന്നൊരപ്പയുണ്ട്, അല്ല നിന്റെ ജ്യേഷ്ഠ സഹോദരനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയും പഴയ മനുഷ്യൻ എന്ന ചതിമോഹത്തിനകത്ത് നീ എന്ത് ചെയ്യരുത്? വീഴാതെ ഇരിക്കാൻ അതിനെ ഉരിഞ്ഞു കളയണം. ഉരിഞ്ഞു കളയണം. ചതിക്കരുത്, മോഹിക്കരുത്. ചതിക്കരുത്, മോഹിക്കരുത്. അത് കൂടെയുള്ളവരാണെങ്കിലും, ഭാര്യയോടാണേലും, ഭർത്താവിനോടാണെങ്കിലും, കൂടെ പണിയുന്നവരോടാണേലും, ആമേ, കൂടെ ജോലി ചെയ്യുന്നവരോടാണ്. ചതിക്കരുത്, മോഹിക്കരുത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകള. കാരണം നിനക്ക് ജീവൻ തരാനാ, നിത്യജീവൻ തരാനാ കാൽവറിയിൽ മുട്ടുകുത്തിയത്, ഗതസമനയിൽ മുട്ടുകുത്തിയത്. നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു പിടിക്കാൻ പിതാവും പുത്രനും
മുട്ടുകുത്തിയെങ്കിൽ നീ മുട്ടുകുത്ത്, നിന്റെ മേൽ ജീവൻ വരും, ജീവൻ വരും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം.